ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ കേക്ക് ടോപ്പിംഗ് ആണ്, ചോക്ലേറ്റ് ഗനാഷ്. ഇത് കേക്കിൽ മാത്രമല്ല, നമുക്ക് മഫിൻസ്, കപ്പ് കേക്ക്സ്, പാൻ കേക്ക്സ് എല്ലാം ഇത് വെച്ച് ടോപ്പിംഗ്സ് ചെയ്യാവുന്നതാണ്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. റേഷ്യോസ് മാത്രം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗനാഷിനെ പറ്റി പറയുവാണെങ്കിൽ മെയിൻലി ഇത് 3 ടൈപ്സ് ആണുള്ളത്: പോറിംഗ് ഓർ ഡ്രിപ്പിംഗ്, വിപ്ഡ് ആൻഡ് സ്പ്രെഡിംഗ്. നമ്മൾ ഇന്നിവിടെ പോറിംഗ് ആണ് ചെയ്യുന്നത്. ബാക്കി 2 ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗനാഷ് ഉണ്ടാക്കാൻ സൂപ്പർ ഈസിയാണ്. ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് മാത്രം കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, പിന്നെ സെമി സ്വീറ്റ് ചോക്ലേറ്റ്, ഈ 2 സാധനങ്ങൾ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്കിനി റേഷ്യോയിലേക്ക് പോകാം. 2:1 എന്നുള്ള റേഷ്യോയിൽ വേണം നമ്മൾ ക്രീമും ചോക്ലേറ്റും മെഷർ ചെയ്യാൻ. ആരും പേടിക്കേണ്ട, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2:1 എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഈസ് ടു ക്രീം. അതായത് ഇപ്പൊ നമ്മൾ 100 ഗ്രാം ചോക്ലേറ്റ് എടുത്താൽ 50 ഗ്രാം ക്രീം എടുക്കണം. മനസ്സിലായോ? നമ്മൾ എത്ര ഗ്രാം ചോക്ലേറ്റ് എടുക്കുന്നോ അതിന്റെ പകുതി വേണം ക്രീം എടുക്കാൻ. അപ്പോഴേ ഗനാഷ് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ഇത് കപ്പ് അളവിൽ എടുക്കരുത്. കാരണം 1 കപ്പ് ചോക്ലേറ്റിന്റെയും 1 കപ്പ് ക്രീമിന്റെയും അളവ് സെയിം അല്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വെയിറ്റ് നോക്കി, അതായത് ഗ്രാമിലോ ഔൺസിലോ വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കപ്പ് അളവിൽ പറയാത്തത്. ഞാൻ ഇന്നിവിടെ 100 ഗ്രാം സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് എടുക്കരുത്, കാരണം അതിന്റെ അളവ് വേറെയാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒന്ന് മെഷർ ചെയ്തെടുക്കാം. വെയിങ് സ്കെയിലിൽ വെച്ചിട്ട് ഒരു ബൗളോ പാത്രമോ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 0 ആക്കിയതിന് ശേഷം മാത്രമേ ഇൻഗ്രീഡിയൻസ് വെക്കാവൂ. അപ്പോഴേ കറക്റ്റ് വെയിറ്റ് കാണിക്കുള്ളൂ. 0 ആക്കിയില്ലെങ്കിൽ ബൗളിന്റെ വെയിറ്റ് കൂടെ കാണിക്കും. ആദ്യം നമുക്ക് 50 ഗ്രാം ക്രീം എടുക്കാം. ഓക്കെ, ഇനി 100 ഗ്രാം ചോക്ലേറ്റ്. അപ്പൊ നമുക്കിനി ഗനാഷ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്രീം ഒന്ന് ചൂടാക്കണം ഇൻ ദ സെൻസ് ഇതൊന്ന് ബോയിൽ ആവാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒത്തിരി തിളച്ചു പോകരുത്. സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങും. ഒരു 1-2 മിനിറ്റ് എടുക്കുള്ളൂ. ദേ കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടണേ, അപ്പോഴേ പെട്ടെന്ന് മെൽറ്റ് ആവുള്ളൂ. ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്നും ചെയ്യണ്ട. ക്രീമിന്റെ ചൂടിൽ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്കൊരു വിസ്കോ തടിത്തവിയോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ നല്ല ഗ്ലോസി ഫിനിഷ് കിട്ടും. കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടും കട്ടകൾ തോന്നുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അതായത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മേളിൽ ഈ ബൗൾ വെച്ചിട്ട് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് വെച്ചാൽ മതി. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആവാൻ വെക്കണം. എന്നിട്ടേ കേക്കിലേക്ക് ഒഴിക്കാവൂ. ഇത് തണുക്കും തോറും കുറച്ച് തിക്കായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്കിത് കേക്കിലേക്കോ മഫിൻസിലേക്കോ ഒക്കെ യൂസ് ചെയ്യാം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്കിൽ ഡ്രിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനി നമുക്ക് കേക്കിലേക്ക് ഡ്രിപ്പ് ചെയ്യാം. ആദ്യം ഒരു തുള്ളി ഒഴിക്കുക, പിന്നെ കുറച്ച് നീട്ടി ഒഴിക്കുക, അങ്ങനെ. അപ്പൊ നമ്മളിപ്പോൾ ഡ്രിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് ഈ കേക്കിന്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഒരു സ്പാച്ചുല കൊണ്ട് പയ്യെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗനാഷ് ടോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നല്ല ഗ്ലോസി ലുക്ക് ഉണ്ട്. ഇനി ഈ കേക്ക് ഞാൻ ഒന്നുകൂടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. നോക്കൂ, നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയം ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ലുക്ക് ആയിരിക്കും. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈവൻ കുക്കീസിൽ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു വീക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല തിക്കാവും. പക്ഷെ മൈക്രോവേവിലോ ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയോ ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ചോക്ലേറ്റ് കേക്ക് ഞാൻ അവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.